ചില ജീവിതങ്ങൾ നമ്മെ പ്രചോദിപ്പിക്കും, ചില ജീവിതങ്ങൾ നമ്മെ പഠിപ്പിക്കും. എന്നാൽ അപൂർവമായി ചില ജീവിതങ്ങൾ നമ്മെ മനുഷ്യസ്നേഹത്തിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാൻ സഹായിക്കും. ഈ വർഷത്തെ പി കേശവദേവ് ഡയബ് സ്ക്രീൻ കേരള പുരസ്കാര ജേതാവ് ഡോക്ടർ തങ്കം സുബ്രഹ്മണ്യനെ മറുപടി പ്രസംഗത്തിനായി സാദരം ക്ഷണിക്കുന്നു. താങ്ക് യു അഞ്ജന. എല്ലാവർക്കും നമസ്കാരം. ആദ്യം എൻ്റെ മലയാളം ഐ എം ഗോയിങ് ടു അപ്പോളജൈസ്. ഇവിടെ ഇരിക്കുന്ന വലിയ വലിയ സാഹിത്യകാരും വലിയ പേഴ്സണാലിറ്റീസിൻ്റെ മുമ്പിൽ എൻ്റെ മലയാളം വിൽ ബി വെരി കൊളോക്കിയൽ. സോ ആദ്യം കേശവദേവ് ട്രസ്റ്റ് മെമ്പേഴ്സിനോട് വെരി താങ്ക്ഫുൾ. ഞാനിത് അർഹിക്കുന്നുണ്ടോ എന്ന് എനിക്ക് ആദ്യം ജ്യോതിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ റിയലി വൈ ഡു ഐ റിയലി ഡിസേർവ് ദിസ് എന്നാദ്യം ഞാൻ ചോദിച്ചു. പിന്നെ ഇന്ത്യ ദ മോസ്റ്റ് പോപ്പുലസ് കൺട്രി ഇൻ ദ വേൾഡ് ആയിട്ട് പോലും ഇവിടുത്തെ ഓർഗൻ ഡൊണേഷൻ ഈസ് ലെസ് ദാൻ 1 per million പോപ്പുലേഷൻ. അത്ര വളരെ വളരെ കുറവാണ് ഇന്ത്യയിൽ. സോ ഒരു മൂവ്മെൻറ്റ് ഇപ്പം എൻ്റെ ഒരു സ്റ്റോറി കാരണം ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ഹീറോ വർഷിപ്പ്. ഇതൊരു ഹെഡ്ലൈൻ മാത്രമായി ഇരിക്കുകയാണെങ്കിൽ അതല്ല എൻ്റെ ഉദ്ദേശം. എൻ്റെ ഉദ്ദേശം ഓർഗൻ ഡൊണേഷനെ കുറിച്ച് എല്ലാവരും ചിന്തിക്കണം. എല്ലാ കുടുംബത്തിലും ഇതിനെക്കുറിച്ച് ചർച്ചയുണ്ടാകണം. ഇതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഇത് ഇത്ര കുറവ് ഇന്ത്യയിലെന്ന് ആലോചിക്കുകയാണെങ്കിൽ ഭയം ആയിരിക്കാം, ഫിയർ, പിന്നെ ചില റിലീജിയസ് ബിലീഫ്സ്, ദെൻ സൂപ്പർസ്റ്റിഷൻസ്, വിശ്വാസം, കുറച്ച് അന്ധവിശ്വാസം. സോ മരണാനന്തരം എനിക്ക് ആ ഓർഗനെ കൊണ്ട് യൂസ് ഇല്ല. അപ്പം അത് എന്തുകൊണ്ട് ഞാൻ ദാനം ചെയ്യുന്നില്ല? എല്ലാവരും ഒന്ന് ചിന്തിക്കുക. 1 donor can save 8 to 10 lives. അപ്പം അതെന്തുകൊണ്ട് we cannot pledge our organs? Why we are not doing it? എല്ലാവരും അതിനെക്കുറിച്ച് ചിന്തിക്കുക. എനിക്ക് ഇത് ചെയ്യാൻ ഇൻസ്പയർ ചെയ്തത് 2014 മരണാനന്തരം ഓർഗൻ ഡൊണേഷന് ഞാൻ സൈനപ്പ് ചെയ്തിരുന്നു. പക്ഷേ അവിടുത്തെ ട്രാൻസ്പ്ലാന്റ് കോർഡിനേറ്റേഴ്സ് എല്ലാവരോടും സംസാരിച്ച് വന്നപ്പോൾ പേപ്പർ വർക്കൊക്കെ ശരിയാണ്, എവരിത്തിങ് ഞാൻ ചെയ്തിട്ടാണെങ്കിലും മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ യുവർ ഡെത്ത് നമ്മളില്ലല്ലോ, അത് നമ്മുടെ ആഗ്രഹം യാഥാർത്ഥ്യമാകുന്നുണ്ടോ എന്ന് അറിയാനും നമ്മളില്ലല്ലോ. അപ്പം സർക്കംസ്റ്റാൻസസ് ആണ് അത് കൺട്രോൾ ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങൾ കൂടെ ഉണ്ടാവത്തില്ല, നമ്മൾ മരണം നടക്കുന്ന സ്ഥലം വേറെ ആയിരിക്കും, സമയം പോയി കാണും. സോ എല്ലാം ഒത്തുവന്നാലേ നമ്മളുടെ ആഗ്രഹം യാഥാർത്ഥ്യമാകത്തുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഐ വാണ്ടഡ് ടു ഡു ഇറ്റ് വെൻ ഐ എം അലൈവ്. ആൻഡ് 2 വൃക്കയുണ്ട്. ഒരു വൃക്ക കൊണ്ട് നോർമൽ ലൈഫ് ലീഡ് ചെയ്യാം. എന്നെ കണ്ടാൽ യു വിൽ നോ. ഇപ്പം ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇന്നോട് 18 ആഴ്ചയായി, 4.5 മാസമായി. എനിക്കൊരു പ്രോബ്ലമും ഇല്ല. ഐ എം ബാക്ക് ടു മൈ ഓൾഡ് ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നുണ്ട്. സോ വൺ മെസ്സേജ് ഈസ് പ്ലീസ് കീപ് യുവർ സെൽഫ് ഹെൽത്തി. Maybe you will be a donor and you can save someone's life. Second, after your death, please pledge your organs. 1 donor can save many lives. എല്ലാവർക്കും ഉള്ള ഭയം, ഫിയർ ലിവ്സ് ഇൻ സൈലൻസ്. സോ അതിനെക്കുറിച്ച് ഓപ്പണായിട്ട് സംഭാഷണം തുടങ്ങണം. ഈ സോഷ്യൽ സ്റ്റിഗ്മ മാറണം. മരണം ഒരു ഗൃഹനാഥന് അവരുടെ ടു ഹിസ് ഫാമിലി സംസാരിക്കാൻ പറ്റണം. ഞാൻ മരിച്ചുപോയാൽ
എൻ്റെ ഓർഗൻസ് പ്ലീസ് ഡൊണേറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു, പ്ലീസ് ഫുൾഫിൽ മൈ പ്രോമിസ്. അങ്ങനെ ഒരു ഓപ്പണായിട്ട് ഒരു സംസാരിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാകണം എല്ലാ വീടുകളിലും ഉണ്ടാകണം. എല്ലാവരും വിചാരിക്കുന്ന പോലെ ഈ ഒരു വീട്ടിലെങ്കിലും എൻ്റെ ഈ ആക്ഷൻ കാരണം ഈ ചർച്ച ആരംഭിച്ചെങ്കിൽ ഐ വിൽ സേ ദ മൂവ്മെൻറ്റ് ഹാസ് സ്റ്റാർട്ടഡ്. ആൻഡ് ഇറ്റ് സ്റ്റാർട്ട്സ് നോട്ട് വിത്ത് ദ സ്കാൽപ്പൽ. ഓപ്പറേഷൻ കൊണ്ടല്ല ആരംഭിക്കുന്നത്, ഒരു ചെക്ക് ബോക്സിൽ കൂടിയാണ്. സോ ഇഫ് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ onedonor-many-lives.com എന്ന വെബ്സൈറ്റ് ദയവ് ചെയ്ത് വിസിറ്റ് ചെയ്യുക. എൻ്റെ സഹോദരൻ ഞാൻ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം എൻ്റെ സഹോദരൻ ഇത് ഉണ്ടാക്കിയ വെബ്സൈറ്റാണ്. ടു ഗിവ് പീപ്പിൾ മോർ നോളജ് about organ donation. Anyone can pledge their organs. After your death, the organs are not of use to you. So please, എല്ലാവരും അത് ഒന്ന് ചിന്തിക്കുക. കുടുംബത്തിൽ ഇതിനെക്കുറിച്ച് സംസാരം ഉണ്ടാകട്ടെ. വിതൗട്ട് സ്റ്റിഗ്മ. One donor, many lives. That's it. Thank you so much for the